ചേട്ടാ? 10 രൂപ. സൈതാലിയേ 2 ചായ. എടാ നിന്നോടാ പറഞ്ഞത്. ഇനി ചായക്ക് പാലില്ല. എന്താ 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 പാലില്ലേ? പാലില്ലെന്ന് ചോദിക്കാൻ 10 ഉപ്പൊന്നും വാങ്ങിച്ചു തന്നില്ലോ. 2 ഉപ്പി പാലും കൊണ്ട് ഞാൻ എത്ര പേർക്ക് ചായ കൊടുക്കണം? പതുക്കെ പറടാ. അപ്പൊ അവിടെ മഗ്ഗിൽ അടച്ചു വെച്ച് നരക്കുപ്പി പാൽ നീ എടുത്ത് കുടിച്ചോ? നായരെ പഠിച്ചോനൊരുക്കത്ത കാര്യം പറയല്ലോ. എന്താടാ ആ പാലെടുത്താണ് തന്റെ സിനിമാ നടൻ മോൻ മോഹൻ കഴിയത്. ആര്? ഹൃദയഭാനു. ഓ യവൻ മുടിച്ച് തേച്ച് കഴുകും. എടാ ഹൃദയഭാനുവേ, അവന്റെ ഹൃദയം നിന്ന് ഞാൻ പാനുവാക്കും. എന്താ പ്രശ്നം? എടാ ഞാനിവിടെ പാല് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് മോന്ത കഴുകാനല്ല, നാട്ടുകാർക്ക് ചായ കൊടുക്കാനാ. എന്റെ അച്ഛാ മമ്മൂട്ടിയും മോഹൻലാലിനും പോലെ വലിയ സിനിമാ നടനാവണമെങ്കിൽ എന്റെ മാത്രം കഴിവുകൊണ്ട് പറ്റില്ല. വീട്ടുകാരുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂ. അല്ലേ ഭാസ്കരൻ ചേട്ടാ? ആ അതിനു വേണ്ടി ഇത്തിരി പാലും പഞ്ചസാരയൊക്കെ ചെലവായെന്നിരിക്കും. ഒരു കടിഞ്ചായ എന്നാലും അല്ല പിന്നെ ഒരു കോള് പോയത് കണ്ടോ? കടിഞ്ചായ കൊടുത്താൽ മതിയെന്ന്. ഓ വേണ്ട വേണ്ട, അടുത്ത കോള്. മേലാൽ അവനുള്ളപ്പോ പാലും കൊണ്ടുകൂടെ വന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കുമാരി മായയുടെ നൃത്തം ഉടനെ ആരംഭിക്കുന്നതാണ്. നിർത്തുങ്ങളാ. எத்தனை நாளாயிடா எங்களை ஏமாத்துற? இன்னைக்கு கடைசி நாள். ஏய் உடனே பணத்தை கொடுங்க, இல்லன்னா உன் பொண்ணை தூக்கி வர சொல்லி முனியப்பண்ணா. എങ്കേടാ ഗുണ്ടായുസം കാണിച്ചാ നീ ജീവനോട് ഇവിടെ തിരിച്ചു പോകില്ല. ഇത് ഞങ്ങളുടെ കളവാ, ഇവിടെ കളിക്കാൻ ഞങ്ങൾ മതി. വിട്ടുപിടി പോ. என்ன நினைச்சேன்? இவங்க எல்லாம் எங்க பசங்களா? போயிட்டு அடுத்த வாரம் வாங்கடா. உங்க பணத்தை முதல்லும் வட்டியும் சேர்த்து தருவேன். வருவேண்டா, கண்டிப்பா வருவேண்டா. ஏய் பணத்தை தரலைனா உன் பொண்ணை நான் கண்டிப்பா தூக்குடுவேன். ஏடா போடா போடா போடா. അണ്ണാ മായാബാരി റെഡിയല്ലേ? എന്നാ പിന്നെ എന്താ താമസം? ആൾക്കാർ ബഹളം ഉണ്ടാക്കണില്ലേ? എന്നാ പിന്നെ തുണി വന്നിട്ടേ. അല്ല ഇപ്പൊ തന്നെ പരിപാടി തുടങ്ങോട്ടെ.